പ്രായാധിക്യ പ്രക്രിയ, ഏജിംഗ് പ്രോസസ്. എന്തൊക്കെ ശാരീരിക മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? പ്രധാനമായും ചർമ്മത്തിനും മുടിക്കും ഉണ്ടാകുന്ന പ്രത്യേകതകളാണ്. ചർമ്മത്തിന് ചുളിവുകൾ സംഭവിക്കുന്നു, ചർമ്മം വരണ്ടതായിട്ട് അനുഭവപ്പെടുന്നു, അതുപോലെ തന്നെ മുടിയുടെ നിറം മാറ്റം ഉണ്ടാകുന്നു, വെള്ള നിറത്തിലേക്ക് മാറുന്നു, മുടി കൊഴിച്ചിലുണ്ടാകുന്നു. പിന്നെ സന്ധികളിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മാംസപേശിയുടെ ഒരു ബലക്ഷയം ഉണ്ടാകുന്നു, സന്ധികളുടെ കടുപ്പം വർദ്ധിക്കുന്നു, ചിലപ്പോൾ ചില പൊട്ടലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാർദ്ധക്യം വരുംതോറും കാഴ്ച കുറഞ്ഞു വരാറുണ്ട്. കാറ്ററാക്ട് പോലെയുള്ള കണ്ണിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കേൾവി കുറവുണ്ടാകുന്നു, രുചിക്ക്, അതുപോലെ മണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഹൃദയ രക്തക്കുഴൽ സംവിധാനത്തെക്കുറിച്ചാണെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ചിലപ്പോൾ മന്ദഗതിയിലാകുന്നു, അതുപോലെ രക്തചംക്രമണം കുറവായിട്ട് കാണുന്നു, ഉയർന്ന രക്തസമ്മർദ്ദത്തിനും സാധ്യതയുണ്ട്. ശ്വസന വ്യവസ്ഥയാണെങ്കിൽ ഈ ശ്വാസകോശ ശേഷി കുറഞ്ഞ് ചിലരിൽ കാണുന്നുണ്ട്. പിന്നെ ചെറിയ പരിശ്രമങ്ങൾക്ക് പോലും വലുതായിട്ട് ശ്വാസം എടുക്കുന്നു, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. പിന്നെ ശരീരത്തിൻ്റെ മറ്റു ചില പ്രവർത്തനങ്ങൾക്കും ചില മന്ദത അനുഭവപ്പെടാറുണ്ട്. അതുപോലെ മലബന്ധം, വിശപ്പ് കുറവ്, ഇതൊക്കെ വാർദ്ധക്യത്തിൻ്റെ ഒരു ശാരീരിക പ്രത്യേകതകളാണ്. മൂത്രജനന സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂത്ര നിയന്ത്രണം കുറയുക, പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ സ്ത്രീകളും ഇത് സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നാഡീ സംവിധാനം, പിന്നെ പ്രതികരണം മന്ദഗതിയിലാകുക, ഓർമ്മക്കുറവ് ഉണ്ടാകുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെ ഒരു മാറ്റങ്ങളാണ്. ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രതിരോധ സംവിധാനത്തിനും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അണുബാധകൾക്കെതിരായിട്ടുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നത് വാർദ്ധക്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പ്രായാധിക്യത്തിൽ ഉണ്ടാകുന്ന മാനസിക മാറ്റങ്ങൾ, ആദ്യത്തേത് അവർക്ക് നഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവയെ നേരിടുന്നതിലൊന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവരെ വല്ലാതെ കഷ്ടപ്പെടുത്താറുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ വിയോഗം, അടുത്ത സുഹൃത്തുക്കളുടെ വിയോഗം, സഹോദരങ്ങളുടെ വിയോഗം, ഇതൊക്കെ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഒരു ഏകാന്തത അനുഭവപ്പെടാറുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്, പലപ്പോഴും വിഷാദം ഉണ്ടാകാറുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ആശങ്കയും ഉണ്ടാകാറുണ്ട്. പിന്നെ സ്വയം ഒരു വില കുറയൽ ഉണ്ടാകുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടാറുണ്ട്. തൻ്റെ ശരീര സൗന്ദര്യം കുറയുന്നതായിട്ട് അവർക്ക് തോന്നാറുണ്ട്. മറ്റുള്ളവർക്കൊരു ഭാരമാകുമോ എന്ന ഭയവും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ചില വയോധികരിൽ ക്ഷമ, മാനസിക സ്ഥിരത, ജീവിതാനുഭവം മൂലം ഉണ്ടാകുന്ന കൂടുതൽ അറിവ്, സഹിഷ്ണുത, ക്ഷമ തുടങ്ങിയ മാനസികാവസ്ഥകളിലേക്ക് കൊണ്ടെത്തിക്കും. അത് വളരെ നല്ലതാണ്. അത് ചിലരിൽ കാണാവുന്നതാണ്. സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചാണെങ്കിൽ വിരമിക്കൽ പ്രധാനമാണ്. ജോലി നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ചില ആശങ്കകൾ ഉണ്ടാകും. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മക്കളോടൊത്ത് ജീവിക്കേണ്ടി വരും, അവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തും. അതും അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സാമൂഹികമായ ഒറ്റപ്പെടൽ ചിലപ്പോൾ സംഭവിക്കും. കേൾവിക്കും കാഴ്ചയ്ക്കും ചില കുറവുകൾ ഉണ്ടാകും. കൂട്ടുകാരെ നഷ്ടപ്പെടൽ ഉണ്ടാകും. ചലനക്ഷമത കുറയുക, ഇതൊക്കെ സാമൂഹികമായ ഒറ്റപ്പെടലാണ്. സാമൂഹിക പങ്കാളിത്തവും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മതപരമായോ സാംസ്കാരികമായോ ഉള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം കുറഞ്ഞു വരും. അതുപോലെ വാസസ്ഥലമാണെങ്കിൽ ചിലപ്പോൾ മാറേണ്ടി വരും, കുട്ടികളോടൊപ്പം താമസിക്കേണ്ടി വരും. ചില വൃദ്ധരെ സംബന്ധിച്ചിടത്തോളം വൃദ്ധസദനത്തിലും കഴിയേണ്ടി വരും. ഇതൊക്കെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നൊരു മാറ്റം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. അതുപോലെ പിന്തുണാ സംവിധാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെത്തുമ്പോൾ കുടുംബം, സുഹൃത്തുക്കൾ, സമൂഹം എന്നിവരുടെ എല്ലാം പിന്തുണ അനിവാര്യമാണ്. വയോധികരിലെ സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾ: ദീർഘകാല രോഗങ്ങൾ, ക്രോണിക് രോഗങ്ങൾ, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ,
ശ്വാസകോശ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ, അസ്ഥിസന്ധി സംബന്ധമായ രോഗങ്ങൾ, ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം, അസ്ഥിഭംഗുരത്വം, അതായത് അസ്ഥികൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, പിൻവേദനയും ചലന ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, ഡിമെൻഷ്യ, പാർക്കിൻസൺസ് രോഗം, സ്ട്രോക്ക്, ഇന്ദ്രിയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കേൾവിക്കുറവ്, കാഴ്ച പ്രശ്നങ്ങൾ, കാറ്ററാക്ട്, ഗ്ലൗക്കോമ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, വിഷാദം, ഉത്കണ്ഠ, ഒറ്റപ്പെട്ടുപോകൽ, ഏകാന്തത. പോഷണവും മെറ്റബോളിക് പ്രശ്നങ്ങളും, പോഷകാഹാരക്കുറവ്, വിശപ്പില്ലായ്മ, ചവയ്ക്കാനും വിഴുങ്ങാനുമുള്ള ബുദ്ധിമുട്ട്, അമിതവണ്ണം, വിറ്റാമിൻ കുറവുകൾ. ജീർണ പ്രശ്നങ്ങൾ, മലബന്ധം, അജീർണം, അസിഡിറ്റി. മൂത്രജനനേന്ദ്രിയ പ്രശ്നങ്ങൾ, മൂത്രം പിടിച്ചു വയ്ക്കാൻ കഴിയാത്തത്, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മൂത്ര സമ്പർക്ക രോഗങ്ങൾ. പ്രതിരോധശേഷിയും അണുബാധ സാധ്യതകളും, ന്യൂമോണിയ, ക്ഷയരോഗം, ത്വക്ക് രോഗങ്ങൾ, കിടക്കയിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ. മറ്റു സാധാരണ പ്രശ്നങ്ങൾ, വീഴ്ചകളും അസ്ഥിപൊട്ടലുകളും, ഉറക്കക്കുറവ്, പലതരം മരുന്നുകൾ കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ. വയോധികരോടുള്ള പീഡനവും സംരക്ഷണവും. വയോധിക പീഡനം എന്താണ്? വയസ്സായ ആളുകൾക്ക് ഉദ്ദേശപൂർവമോ അല്ലാതെയോ ഉണ്ടാകുന്ന ശാരീരിക, മാനസിക, സാമൂഹിക, സാമ്പത്തിക, ലൈംഗിക ഹാനി അല്ലെങ്കിൽ അവഗണനയാണ് വയോധിക പീഡനം. ഇത് വീടുകളിലും ആശുപത്രികളിലും പരിചരണ കേന്ദ്രങ്ങളിലും സംഭവിക്കാം. വയോധിക പീഡനത്തിന്റെ തരങ്ങൾ: ശാരീരിക പീഡനം, അടിക്കുക, തള്ളുക, മരുന്ന് ദുരുപയോഗം ചെയ്യുക. മാനസിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, അപമാനം, അവഗണന, ഒറ്റപ്പെടുത്തൽ. സാമ്പത്തിക പീഡനം, പണം കൈക്കലാക്കൽ, പെൻഷൻ കൈക്കലാക്കൽ, സ്വത്ത് തട്ടിയെടുക്കൽ തുടങ്ങിയവ. അവഗണന, ആവശ്യമായ ഭക്ഷണം, മരുന്ന്, ശുചിത്വം, പരിചരണം ഇവ നൽകാതിരിക്കുക. ലൈംഗിക പീഡനം, അനിഷ്ടമായ ലൈംഗിക സമീപനം, ഒറ്റപ്പെടുത്തൽ, ഉപേക്ഷിക്കൽ, വയോധികരെ പരിപാലനമില്ലാതെ വിട്ടുകൊടുക്കൽ. പീഡനത്തിന്റെ ലക്ഷണങ്ങൾ: വ്യക്തമല്ലാത്ത പരിക്കുകൾ, കുത്തുകൾ, പൊള്ളലുകൾ, പൊട്ടലുകൾ, പെട്ടെന്നുണ്ടാകുന്ന ഭയം, വിഷാദം, ഉത്കണ്ഠ, ശുചിത്വക്കുറവ്, പോഷകാഹാരക്കുറവ്, ചികിത്സിക്കാത്ത രോഗങ്ങൾ, പണവും സാധനങ്ങളും കാണാതാകൽ, ചിലരോടൊപ്പം ഇരിക്കാൻ വയോധികൻ വിസമ്മതിക്കൽ. വയോധികരെ സംരക്ഷിക്കൽ, വയോധികരുടെ അവകാശങ്ങൾ, സുരക്ഷ, മാന്യത എന്നിവ ഉറപ്പാക്കുകയും പീഡനത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് വയോധികരെ സംരക്ഷിക്കൽ. പ്രധാന സംരക്ഷണ നടപടികൾ: ബോധവൽക്കരണം, കുടുംബാംഗങ്ങൾക്കും പരിപാലകർക്കും വയോധികരുടെ അവകാശങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം നൽകുക. ശ്രദ്ധാപൂർവമായ നിരീക്ഷണം, പീഡനത്തിന്റെ സൂചനകൾ കണ്ടെത്തുക. സംവാദം, വയോധികരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, ബഹുമാനിക്കുക. റിപ്പോർട്ട് ചെയ്യുക, പീഡനം സംശയിക്കുന്നെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. അതായത് ആരോഗ്യ പ്രവർത്തകരെയോ സാമൂഹ്യ പ്രവർത്തകരെയോ പോലീസിനെയോ അറിയിക്കുക. സഹായ സംവിധാനം, സുരക്ഷിതമായ അന്തരീക്ഷം, കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക. സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുക, കഴിയുന്നത്ര സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക. ആരോഗ്യ പ്രവർത്തകരുടെ പങ്ക്: വയോധികരെ മാന്യതയോടെയും ആദരവോടെയും പരിചരിക്കുക. പീഡനത്തിന്റെയോ അവഗണനയുടെയോ സൂചനകൾ ശ്രദ്ധിക്കുക. വിവരങ്ങളുടെ രഹസ്യത്വം പാലിക്കുക. സംശയമുള്ള കാര്യങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക. കുടുംബത്തെ ആവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുക. വയോധികരിൽ സ്വാതന്ത്ര്യവും മാനസിക പിന്തുണയും പ്രോത്സാഹിപ്പിക്കൽ. പ്രാധാന്യം: വയോധികർക്ക് സാമൂഹിക രംഗങ്ങളിൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നു. സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ മാന്യതയും ആത്മവിശ്വാസവും ജീവിത നിലവാരവും ഉയർത്തുന്നു. മാനസിക പിന്തുണ നൽകുന്നത് ഒറ്റപ്പെട്ടു പോകലും വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്ന മാർഗങ്ങൾ: സ്വയം പരിപാലനം പ്രോത്സാഹിപ്പിക്കുക. കുളിക്കുക, വസ്ത്രം ധരിക്കുക, ഭക്ഷണം കഴിക്കുക മുതലായ പ്രവർത്തികൾ അവർ തന്നെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ചലന സഹായം നൽകുക, വാക്കിംഗ് സ്റ്റിക്ക്, ഫിസിയോതെറാപ്പി, സുരക്ഷിതമായ പരിസരം എന്നിവ നൽകുക. തീരുമാനങ്ങളിൽ പങ്കാളികളാക്കുക. ഭക്ഷണം, വസ്ത്രം, ചികിത്സ മുതലായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അവർക്കും അവസരം നൽകുക. സഹായകരമായ ഉപകരണങ്ങൾ നൽകുക. കണ്ണട, കേൾവി സഹായം, വീൽചെയർ മുതലായവ നൽകുക.
പുതിയ കഴിവുകൾ പഠിപ്പിക്കുക. ലഘുവായ വ്യായാമങ്ങൾ, ഹോബികൾ, പാചകം എന്നിവ അവരുടെ ശേഷിക്കനുസരിച്ച് നൽകുക. വീടിന്റെ സുരക്ഷാ മാറ്റങ്ങൾ, കൈപ്പിടികൾ, റാമ്പുകൾ, സ്ലിപ്പില്ലാത്ത നിലങ്ങൾ, കിടക്കയിൽ സൈഡ് റെയിൽസ് ഉപയോഗിക്കുക എന്നിവ. മാനസിക പിന്തുണ നൽകുന്ന മാർഗങ്ങൾ: ആക്റ്റീവ് ലിസണിംഗ്, സഹനത്തോടെയും കരുണയോടെയും കേൾക്കുക. സഹവാസം, സമയം ചെലവഴിക്കുക. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സന്ദർശനം നടത്താൻ പ്രോത്സാഹിപ്പിക്കുക. ബഹുമാനവും മാന്യതയും നൽകുക. അവരുടെ അഭിപ്രായം വിലമതിക്കുക. അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കുക. സാമൂഹിക ഇടപെടൽ, കൂട്ടായ്മ പ്രവർത്തനങ്ങൾ, ക്ലബ്ബുകൾ, മത സാംസ്കാരിക പരിപാടികൾ. മാനസിക ആരോഗ്യ പിന്തുണ, വിഷാദം, ഉത്കണ്ഠ, ദുഃഖം എന്നിവ തിരിച്ചറിയുകയും ആവശ്യമായ കൗൺസിലിംഗ് നൽകുകയും ചെയ്യുക. ആത്മീയ പിന്തുണ, അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുക. ആരോഗ്യ പ്രവർത്തകരുടെ പങ്ക്: ആവശ്യത്തിന് സഹായം നൽകി സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുക. മാനസികാവസ്ഥ ശ്രദ്ധിക്കുകയും കരുണാപൂർവം പ്രതികരിക്കുകയും ചെയ്യുക. ദിനചര്യ വിനോദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുടുംബവുമായി ചേർന്ന് പിന്തുണയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക.